അതിർത്തിയിലേക്ക് പോയാൽ കശ്മീരിൽ വീണ്ടും ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട്. ജയിലുകളിൽ ഭീകരാക്രമണത്തിന് സാധ്യതയെന്ന അറിയിപ്പിന് പിന്നാലെ അതീവ ജാഗ്രതയാണുള്ളത്. ഭീകരരെ പാർപ്പിച്ച ജയിലുകളിൽ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പൂഞ്ചിൽ സുരക്ഷാ സേന ഭീകരരുടെ ഒളിത്താവളം തകർത്തു എന്ന റിപ്പോർട്ടുകളും വരുന്നു. ഏത് നിമിഷവും യുദ്ധമുണ്ടാകുമെന്ന രീതിയിൽ ആ ഭീതിയിൽ തന്നെ കഴിയുകയാണ് അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾ. ബങ്കറുകൾ വൃത്തിയാക്കി അവശ്യ സാധനങ്ങളെല്ലാം മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ഉറിയിൽ നിയന്ത്രണ രേഖയിൽ നിന്ന് ഇന്ത്യ പാക് അതിർത്തിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ആദിൽ പാലോട് ചേരുന്നു. അതിൽ വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. യുദ്ധസമാന സാഹചര്യം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നുള്ള, പ്രത്യേകിച്ച് ഇപ്പോൾ അതിൽ നിൽക്കുന്ന ഉറിയിൽ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? ഉറി തില്ലാവാടി ഗ്രാമത്തിലാണ് റിപ്പോർട്ടർ TV സംഘമുള്ളത്. വിനീത, എനിക്ക് പിന്നിൽ കാണാം, നമ്മൾ ലൈൻ ഓഫ് കൺട്രോളിൻ്റെ തൊട്ടടുത്താണ് പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും അനുമതിയോടെ എത്തി നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണ ദൃശ്യങ്ങൾ കാട്ടിത്തരും. ഫെൻസിങ് കൃത്യമായി തന്നെ കാണാം. ഇത് ആക്ച്വൽ ലൈൻ ഓഫ് കൺട്രോളിൻ്റെ 1/2 കിലോമീറ്റർ മുൻപായി ഫെൻസിങ് കെട്ടിയിരിക്കുന്നതാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ, ഇന്ത്യയുടെ അതിർത്തിയുടെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതൊരു അതിർത്തി മേഖലയാണ്. ഉറിയിൽ നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്, ഉറിയിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ പോസ്റ്റിൽ നിന്ന് വെടിയുതിർക്കുന്നു എന്ന് പറയാറുണ്ട്, വാർത്തകൾ കേൾക്കാറുണ്ട്. അത് കൃത്യം നടക്കുന്ന ഭാഗമാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. പാകിസ്ഥാൻ ഇവിടെ നിന്നാൽ നമുക്ക് ക്യാമറ കണ്ണുകളിലൂടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു പോസ്റ്റ്, അത് ഇന്ത്യൻ പോസ്റ്റാണ്. ആ ഇന്ത്യൻ പോസ്റ്റിലേക്കാണ് പലപ്പോഴും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വെടിയുതിർക്കുന്നത്. പാകിസ്ഥാൻ ഈ നിബിഡമായ വനമേഖലയാണ്. നിബിഡമായ വനമേഖലയുടെ ഒരപ്പുറം പാകിസ്ഥാൻ, പാക് അധിനിവേശ കശ്മീരാണ് എന്നുള്ളത് പ്രദേശവാസികൾ തന്നെ പറയുന്നുണ്ട്. മറ്റൊരു പോസ്റ്റ് കൂടി ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ മറ്റൊരു പോസ്റ്റ് കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ വിധത്തിൽ വളരെ സങ്കീർണമായ, ആശങ്കാജനകമായ സാഹചര്യമാണ് അതിർത്തി മേഖലയിലെന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. ഏത് സമയവും യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബങ്കറുകൾ കൂടുതൽ സജ്ജീകരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പ്രാദേശിക സർക്കാരുകളുടെയും ഒപ്പം മറ്റ് ഏജൻസികളുടെയും സൈന്യത്തിൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്ന്. ഇതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഇന്ത്യയുടെ ഉറിയിലെ അവസാനത്തെ പോസ്റ്റ് എന്നുള്ളതാണ്. അവിടെ സൈനികർ ഉണ്ടാകും. അതാണ് നമ്മളെ കാത്തുകൊണ്ട് അതിർത്തിയിൽ ഇരിക്കുന്ന സൈനികർ. അവസാന പോസ്റ്റാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അല്പം കൂടി മാറിയാൽ പാകിസ്ഥാനാണ് എന്നുള്ളതാണ്. അല്പം കൂടി മാറിയാൽ ആ പാകിസ്ഥാൻ്റെ അവിടെ പാക് അധിനിവേശ കശ്മീരിൽ ചില വീടുകൾ ഉള്ളതൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. ആ വിധത്തിൽ പാകിസ്ഥാനും ഇന്ത്യയും അതിർത്തി പങ്കിടുന്ന ഉറിയിലെ പ്രധാനപ്പെട്ട മേഖലയിലാണ് ഞങ്ങളുള്ളത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് അതൊക്കെ പാകിസ്ഥാൻ്റെ ഭാഗമാണ്. ഇവിടെയൊക്കെ ആളുകൾ ഭീതിയിലും ആശങ്കയിലുമാണ് കഴിയുന്നത്. ഷെല്ലാക്രമണമുണ്ടായി വീടുകൾ തകർന്നുപോയ ആളുകളെ നമ്മൾ കണ്ടു. പലരും കൃത്യമായ പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ തരികയും ചെയ്തിട്ടുണ്ട്. ആ വിധത്തിൽ ഈ ഒരു യുദ്ധമുണ്ടായാൽ ആദ്യം ബാധിക്കുക ഇവരെയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പാകിസ്ഥാനിൽ നിന്ന് ഷെല്ലാക്രമണം ഉണ്ടായപ്പോൾ വീടുകൾ തകർന്നു പോയ വീടുകൾ ഇവിടെയുണ്ട്. ആ വിധത്തിൽ ഇപ്പോൾ കാണുന്നത് പാകിസ്ഥാനാണ്. ഇവിടെ അവസാനത്തെ വീടുകളുണ്ട്. അതിർത്തിയിലാകട്ടെ വലിയ ജാഗ്രതയാണ് ഇപ്പോഴുള്ളത്. കരസേനയുടെയോ വ്യോമസേനയുടെയോ ഒക്കെ ഒരു നീക്കം എപ്പോഴും പ്രതീക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമ്മൾ അറിയുന്നത്. ആ ഒരു ആശങ്ക ഇവിടുത്തെ പ്രദേശവാസികളിലുമുണ്ട്, ഉറിയിലാകെയുമുണ്ട് എന്നുള്ളതാണ്. രാവിലെ നമ്മൾ കണ്ടു, ഒരു ഇടയ്ക്കിടെ ഹെലികോപ്റ്ററിൽ ഈ ഭാഗമാകെ നിരീക്ഷിച്ചുകൊണ്ട് കരസേനയുടെ ഹെലികോപ്റ്ററുകൾ പറക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ആ വിധത്തിൽ ഒരു പ്രത്യേക ജാഗ്രതയുള്ള മേഖലയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെയുള്ള അതിർത്തിയിലുള്ളവർ കനത്ത ജാഗ്രതയിലുമാണ്. തൊട്ടടുത്താണ് ഞങ്ങളുടെ പ്രതിനിധികൾ ആദിൽ പാലോടും മനു ബാലകൃഷ്ണനും ഉള്ളത്.